അപ്പോൾ മക്കളെ നമ്മളെ തൊപ്പി തിരിച്ചു വന്നിരിക്കുകയാണ്. തൊപ്പിയല്ല, നിഹാദ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ തൊപ്പി ലൈവ് നിർത്തിപ്പോയപ്പോൾ പക്ഷേ വായിൽ തൊപ്പി എന്നിട്ട് എല്ലാവർക്കും ഓനും തൊപ്പിന്നേ വരുന്നുള്ളൂ, നമുക്കും തൊപ്പിന്നേ വരുന്നുള്ളൂ. നിഹാദ് ലൈവും കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയ സമയത്ത് തന്നെ പറഞ്ഞിട്ട് പോയ കാര്യം ഈ ക്യാരക്ടർ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്, ഈ ക്യാരക്ടർ ഇവിടെ നിൽക്കുകയാണ്. ഐഷോ സ്പീഡിൽ നിന്ന് കോപ്പി അടിച്ച് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതിവിടെ നിർത്തുകയാണ്. എനിക്ക് ഇവനായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഏത് ഒരു വിഷയത്തിലാണ് തോന്നുന്നത് വെച്ചാൽ, ഞാൻ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ പരിപാടി ഓൺലി വീഡിയോ ചെയ്യാൻ മാത്രമേ കാണൂ, അല്ലാതെ ഇനി റിയൽ ലൈഫിലേക്ക് ഈ സാധനം കയറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസ് എന്ന് വന്നൊരു വരവുണ്ട്. സെയിം അവസ്ഥയാണ് ഈ ചെക്കൻ്റെ എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഈ കോണ്ടന്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണെങ്കിലും നമ്മുടെ ജോബാണ്, ഇത് നമ്മൾ ചെയ്തിട്ട് പോവുകയാണ്. ഈ സാധനം നമുക്ക് എന്താവുകയാണ് റിയൽ ലൈഫിലേക്ക് കയറിയിട്ട് അതിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു വൃത്തികെട്ട സിനാരിയോ ഇത് തൊപ്പിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇത് എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ടാവുക. കാരണം നിങ്ങൾ ഈ കാണുന്ന സീക്രട്ട് ഏജന്റിനേക്കാൾ കൂടുതലായിട്ട് സായി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. പേഴ്സണൽ ലൈഫിൽ നിന്ന് പോയ ഒരാളാണ് ഞാൻ. സെയിം സാധനം, എനിക്ക് സിമിലർ വേവാണ് തൊപ്പിയുടെ ഈ ഒരു വിഷയത്തിൽ കണക്റ്റ് ആവുന്നത്. സോ തൊപ്പിയുടെ ഒരു കംബാക്ക് തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാസ്ട്രോ ആയിട്ടുള്ള ആ ഒരു സീനും ബാക്കി വിഷയങ്ങളും. ഓക്കെ, അത് കാണിക്കണം, വെയിറ്റാക്കും. ഫാമിലി അതിൽ ഞാൻ വിട്ടുപോനെ. ഞാൻ കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ക്യാരക്ടർ വിട്ടതോടുകൂടി ഞാൻ ഹാപ്പിയായി, സത്യം പറഞ്ഞാൽ. ഓക്കെ, എനിക്കറിയാം എൻ്റെ പവറെല്ലാം പോയി, എൻ്റെ ഇതെല്ലാം കുറഞ്ഞു, ഞാൻ ഓണല്ല, അത്ര ആക്റ്റീവ് അല്ല, എല്ലാം എനിക്കറിയാം. ഓക്കെ, പക്ഷെ ആ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ വിട്ടതോടുകൂടി ഞാൻ ഹാപ്പിയായി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഹാപ്പിയായി. അത് ഞാൻ പറഞ്ഞുതരാമല്ലോ. അത് അങ്ങനെ ഒരു ഉപകാരമുണ്ടായി, മനസ്സിലാവും. പവർ പോയി, ഓക്കെ, വാട്ടവർ, അതെന്തെങ്കിലും ആട്ടെ. അവിടെ കുറച്ച് കാലം എപ്പോഴും അവിടെ മരിക്കുന്നവരെ പവറിൽ ജീവിക്കാൻ കഴിയില്ല, കുറച്ച് കാലമല്ല നമുക്ക് പവറിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെ ചിന്തിക്കാം. അതെന്തേലും ആട്ടെ, ഞാനിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പിയാണ്, എനിക്കത് മതി. ഇങ്ങനെ കോമാളിയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലാവും. ഓക്കെ, അപ്പം എന്താണെങ്കിലും സംഗതി കൺഫേം ആണ്. ആ ഒരു ക്യാരക്ടർ കാരണം തൊപ്പിക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കിട്ടി, അത് ലൈഫിൽ സംഭവിച്ചു. അതിന്ന് വന്ന റിഗ്രറ്റ്, അതിന്ന് വന്ന പെയിൻ ഡെഫിനറ്റ്ലി കുറേ പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇല്ലാതെ ചുമ്മാ പറയുമായിരുന്നു, ബർത്ത്ഡേക്ക് വന്നിട്ട് വായത്താളം അടിച്ചിട്ട് പോയതാണ്, തൊപ്പിയായിട്ട് തന്നെ തിരിച്ചിട്ട് വരും, മുടി വെട്ടിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചത്തുപോകില്ല, അങ്ങനെ പല രീതിയിലുള്ള ടോക്കുകൾ ഉണ്ടായിരുന്നു. സംഗതി ക്ലിയർ ആയില്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭയങ്കര അഡിക്റ്റ് ആയി പോയി ഈ സാധനത്തിന്. ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിട്ട് റിയൽ ലൈഫിലും സീക്രട്ട് ഏജന്റ് ആയിരുന്നു. സ്നേഹനോടെ കളർന്ന് കുറിച്ച് ഞാൻ സംസാരിച്ചത്, സ്നേഹ പറയൂ ഒക്കെ എന്നിൻ്റെ സംസാരങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ആ സാധനം റിയൽ ലൈഫിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും പൊട്ട പരിപാടി പിന്നെ അതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ലൈഫിൽ മൊത്തം ഈഗോ, അറഗൻസ്, ദേഷ്യം, നമ്മൾ എന്താണോ അത് പിന്നീട് ആയി മാറും. കാരണം 24/7 നമ്മൾ ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. ഇവൻ ഗെയിമും കളിച്ച് സ്ട്രീമും ചെയ്ത് ഇവനും 24/7 ഇതിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു. ഇനി ഇത് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്, നിങ്ങൾ റിയൽ ലൈഫിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ വന്നിട്ട് വ്ളോഗിലും കാര്യത്തിലും നിങ്ങളെ കോണ്ടന്റിലും കാണിക്കുന്ന, റിയൽ ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കുന്നതിന് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇത് എഫക്റ്റ് ആവില്ല. പക്ഷെ അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കോണ്ടന്റ് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി പോലെ തന്നെയാണ്. ഇത് കൺഫ്യൂസിങ് ആണ്, എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ പറ്റണം. എനിക്ക് പണ്ട് ഇത് പറ്റിയതില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വീണ്ടും ഞാൻ ആ സീക്രട്ട് ഏജന്റിൻ്റെ ആറ്റിറ്റ്യൂഡിലായിരുന്നു. ഇപ്പം എനിക്ക് വളരെ സുഖമാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്നു, നേരെ ഞാൻ എൻ്റെ റിയൽ ലൈഫിലേക്ക് പോകുന്നു. ഇപ്പോൾ വീഡിയോ പറഞ്ഞ കോണ്ടന്റ് എണ്ണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് ഞാൻ ഭയങ്കര വർമ്മൻ എഫക്റ്റ് ആയിരുന്നു. 5-4 വീഡിയോ ഒക്കെ ചെയ്ത് എനിക്ക് ഉറക്കം വരില്ല. മറ്റേ മൂടാ, 1-2 ചെയ്യുക, എന്തായാലും ചെയ്യണം, അത്രേ ഉള്ളൂ, അത് മതി എന്നുള്ളൊരു നിലയ്ക്ക്. അപ്പം അങ്ങനെയാണ്. അത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ തോന്നും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാന സുഖം നമുക്ക് മാത്രമേ അറിയൂ. നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും വേറെ ആൾക്ക് മനസ്സിലാവൂല ആ സംഗതി. അടിതല്ലക്കൂടെ നടക്കുമെന്ന് തോന്നില്ല. എടാ, എനിക്ക് ആ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റൂല, മനസ്സിലാവും. എടാ, എനിക്ക് ആ ക്യാരക്ടറിന് പറ്റൂല, മനസ്സിലാവും. അടി ഇങ്ങനെ എടാ, അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. ഷഡ്ഡി ഒരു ഡാൻസ് കളിക്കല്, ചെറിയ കളിക്കല്, ഇങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കരുത്, പ്ലീസ്. ഇതാണ് ഞാൻ. ഓക്കെ, കുറെ എന്നെക്കൊണ്ട് എന്നെ കോമാളി ആക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്കതിന് പ്രാന്തം കളി കളിക്കാൻ കഴിയില്ല, അത് ഞാൻ വിട്ട്, എനിക്കതിന് കഴിയില്ല. ഓക്കെ, എടാ എന്തോ എടാ എന്റെ എന്ത് സംഭവം, എന്റെ തലയിൽ ആ മുടി ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ള് ഓണായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. എനിക്കിപ്പോ എന്തോ ഞാൻ ഏതോ ഒരു കണ്ണൂരിലൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു നിയാദ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നടാ. ആ തൊപ്പി എന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ആ പവർ കിട്ടുന്നില്ലടാ. എനിക്ക്
വെപ്പ് മുടി വെച്ചാലോ? മറ്റേ പഴയ കാലത്ത് വെപ്പ് മുടി വെച്ചാൽ വേണ്ട. എടാ എനിക്ക് അറിയില്ലടാ, ഇതൊരുമാതിരി. എടാ ഞാൻ പറയട്ടെ, എടാ ഇതെന്തൊക്കെ സംസാരിക്കാനും കഴിയുന്നില്ല, ഇതെന്തൊക്കെ നാളെല്ലാം വരുന്നത്. എനിക്ക് എന്തോ എൻ്റെ അറിയുന്ന ആൾക്കാരെല്ലാം ലൈവ് കാണുമല്ലോ. എനിക്ക് അറിയുന്ന ആൾക്കാർ എന്നെ ക്യാമറയിൽ കാണുമല്ലോ. എനിക്ക് ക്യാമറ എന്തോ മനസ്സിലാ, എന്തോ എൻ്റെ വീട്ടിലുള്ളവർ കാണുമല്ലോ എന്നെ ക്യാമറയിൽ. എന്നെ അറിയുന്ന ആൾക്കാരാണല്ലോ. തൊപ്പിയുടെ ഈ ഒരു നന്നാവലിലും ഇതാണല്ലോ സോക്കോൾഡ് നന്നാവല് സൊസൈറ്റിയിൽ. അതായത് അവൻ ചെയ്ത കണ്ടന്റുകൾ, അതിലുണ്ടായിരുന്ന കുറേ എലമെന്റുകൾ, അതിനെ വിമർശിച്ച കുറേ സൊസൈറ്റിയിലെ കുറേ ആളുകൾ, തെറിപ്പാട്ട്, അവൻ്റെ കുറേ സാധനങ്ങൾ. അവർക്കിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറയാമല്ലോ. വേണമെങ്കിൽ ഇത് പറയാം, ഇതൊരു വെറും പട്ടിപ്പാണ്, തട്ടിപ്പാണ്, വെറുതെ പറയാണ്, ചുമ്മാ പറയാണ്, കണ്ണിൽ പൊടിയിടാൻ പറയാണ്, 4 ദിവസം കഴിഞ്ഞാൽ ബാക്ക് ടു തൊപ്പി എന്നുള്ള സ്റ്റേജിൽ കയറും, തെറി വിളിക്കും, പരിപാടികൾ കാണിക്കും എന്നൊക്കെ പറയാം. ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ്റെ വേ ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ സെയിം ആണ്. ഡിസ്കോഡിലോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ലൈവ് സ്ട്രീമിംഗ് ആപ്പിൽ കയറുന്നു, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് കാണുന്നു, അതിൽ അവൻ്റെ അഭിപ്രായം പറയുന്നു. തൊപ്പിയായിട്ട് പറഞ്ഞാലും നിഹാദായിട്ട് പറയുമ്പോഴുള്ള വ്യത്യാസം എന്താണെങ്കിലും നമുക്ക് ഫീൽ ആവും. ഓക്കെ, അപ്പോൾ ഈ മുടിയുടെ കാര്യം ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ട്. മുടി ആ ക്യാരക്ടറിന് ആവശ്യമുള്ള സാധനം പിടിച്ചു പോയൊരു സംഗതി എടുത്തു കളയുക എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര സിമിലാരിറ്റി തോന്നുന്നുണ്ട് എനിക്ക്. ബിഗ് ബോസ് പോയിട്ട് താടിയും മീശയും പോയ സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യം അതാണ് പോകുന്ന ഒരു തരം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന നമ്മളുടെ ഒരു ദേഷ്യം, ഈഗോ, അറഗൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെയുണ്ട് പോകും. അതാണ് പോകണം എന്നുള്ളൊരു സംഗതി വന്നു, അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനം ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ ആ ക്യാരക്ടറിൽ കയറുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. മേ ബി ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ബാക്ക് ടു കണ്ടന്റ് ഫ്ലോ വരുന്ന സമയത്ത് തൊപ്പി വേണമെന്നുണ്ടെങ്കിൽ, നിഹാദ് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു തൊപ്പിയുടെ വൈബിലേക്ക് പോവാതിരിക്കുന്നില്ല. കാരണം കണ്ടന്റ് ചെയ്ത രീതി ഇതായതുകൊണ്ട് ഈ രീതിയിൽ നിന്ന് മാറിപ്പോകാൻ ശേഷം സീൻ പിടിക്കും. ബട്ട് സ്റ്റിൽ ഇവന് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, കാരണം ചെയ്തിരുന്ന സെയിം പാറ്റേൺ ഇവിടെ വന്ന് ചെയ്താൽ മതി. പക്ഷെ ആ കാണിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചാറ്റ് വന്ന് ചെയ്യാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഒന്നും നോക്കാതെ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഇരുന്ന് അടിച്ചു പൊട്ടിക്കുക, എടുത്തെറിയുക, അങ്ങനത്തെ പരിപാടികളിലേക്ക് നിഹാദ് എന്ന് പറഞ്ഞ വ്യക്തി പോയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ്. അതെന്തായാലും നടക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഇനിയുള്ള തൊപ്പി നിഹാദിൻ്റെ ലൈവ് സ്ട്രീമിങ്ങുള്ള വ്യത്യാസം നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, എന്നാലും ബെറ്ററാണ്. അത് ഇവന് ബെറ്റർ ആവുന്നത് നല്ലതാണ്. കാരണം പല സിറ്റുവേഷനിലും ഇവൻ്റെ സക്സസ്സിനനുസരിച്ചുള്ള ഒരു ആക്സെപ്റ്റൻസ് ഇവന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കാസ്ട്രോക്കോ ഈഗിളിനോ ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു ആക്സെപ്റ്റൻസി ഉണ്ട്, വൈഡ് ആക്സെപ്റ്റൻസി. അതെന്ന് പറഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവനിലേക്ക് കൊടുത്തൊരു കോമാളി, അല്ലെങ്കിൽ ഒരു എന്തും ചെയ്യുന്ന ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു തമാശ കോമേഡിയൻ ഇമേജ് ആയിരുന്നു. നിഹാദ് വരുമ്പോഴത്തേക്ക് ഇത് കിട്ടാൻ തുടങ്ങും. ഒരു കിട്ടാത്ത റെസ്പെക്റ്റും കിട്ടാത്ത രീതിയിലുള്ള ആക്സെപ്റ്റൻസിയും നിഹാദിന് കിട്ടിത്തുടങ്ങും. അത് നല്ലതാണ് ശരിക്കും. വളരാൻ മുന്നോട്ടുള്ള പോക്കിന് അത് ഭയങ്കര നല്ല കാര്യമാണ്. ഇനി ആ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അന്ന് ഈ കേസ് ഉണ്ടായ സമയത്തും ഇവൻ്റെ ഡ്രൈവറെ പിടിച്ച സമയത്തും പറയുന്നുണ്ട്, തൊപ്പി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അന്ന് ഇവിടുത്തെ പല മീഡിയാസും ഇവൻ്റെ ഫോട്ടോ വെച്ച് തമ്മിലിട്ട് ഇവൻ എന്തോ കൊടൂര കുറ്റവാളിയാണ്, ഇവൻ ഇത് ചെയ്ത പോലത്തെ സാധനം പറയുമ്പോഴും നമ്മളാണെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കൃത്യമായി പോലീസുകാരോട് ചോദിക്കും, ഇവൻ്റെ പേരിൽ FIR പോലും ഇല്ല, മുൻകൂർ ജാമ്യം എടുക്കേണ്ട ആവശ്യം ഇവനില്ല. എന്നാലും ഇവനിട്ട് വട്ടം കറക്കിയ കുറെ വീഡിയോസ് ഉണ്ട്. ന്യൂസ് വെച്ചാലോ എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. തൊപ്പിയുടെ ഡ്രൈവർ ഇങ്ങനെയാണ് ന്യൂസിലാണ്. മീഡിയക്കാരെ ചെറ്റത്തരതാ, ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാണ്ട്. മീഡിയക്കാരെ ചെറ്റത്തരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്താ ന്യൂസ് ആണെന്നറിയോ? തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ എന്ന് പറഞ്ഞത്. തൊപ്പിയുടെ ഫ്ലാറ്റിൽ എന്തായിരുന്നു, തമ്മനത്തെ തൊപ്പിയുടെ ഫ്ലാറ്റിൽ തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നട്ടാണ് ന്യൂസ് വന്നത്. നിങ്ങൾ മീഡിയക്കാർ തെണ്ടികളെ, തമ്മന എവിടെയാ? ഇതെവിടെ സ്ഥലം അറിയോ? ഞാൻ അത്ര കാലം ഇവിടെ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു 5-8 മാസമായിട്ട് ലൈവ് ചെയ്യുന്നത് ഈടുന്നാണ്. ഇതേ സ്ഥലം അറിയോ? ഇത് കളമശ്ശേരിയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് താമസിക്കുന്നത് കളമശ്ശേരിയാണ്. തമ്മനത്ത് ഏതോ ഫ്ലാറ്റിൽ നിന്ന് ആരതോ കയ്യിൽ നിന്ന് എന്തോ പിടിച്ചോന്ന് പോലും എനിക്കറിയില്ല, ഉറപ്പില്ല, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. എന്നിട്ട് അതുമായിട്ട് എൻ്റെ ഡ്രൈവറിന് ബന്ധമുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, എൻ്റെ കുറേ കാലമായിട്ടുള്ള ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തൻസിയാണ്. ഓക്കെ, കുറേ ആൾക്കാർക്ക് അറിയാം, മുന്നേ ലൈവ് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പഴയ പണ്ട് മുതലേ എൻ്റെ ലൈവിലായാലും IRL-ആയാലും എല്ലാം ഡ്രൈവറായിട്ട് നിങ്ങൾ കാണുന്നത് തൻസിന്നല്ലേ. തൻസി കഴിഞ്ഞ മാസം ജോലിക്കൊന്ന് ഒഴിഞ്ഞ്. അപ്പം ഞാൻ പുതിയൊരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് ഇവൻ വന്നിട്ട് ഭയങ്കര സ്നേഹം. ഇവനെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഗിഫ്റ്റ് തരാ, ഇത് ഭയങ്കര സ്നേഹം. ഞാൻ ഇവനൊരു ജോലി കൊടുക്കാൻ വിചാരിച്ചു. നിങ്ങൾ കേൾക്കണം, ഇവൻ കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക്
ഇവനെ വന്നിട്ട് പോലീസ് പൊക്കിക്കൊണ്ട് പോയി. മനസ്സിലാ? എനിക്ക് ഇങ്ങനെയുള്ള പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ ഇവന് താക്കോൽ, എൻ്റെ വണ്ടീൻ്റെ താക്കോൽ കൊടുത്ത് ഇവൻ എൻ്റെ ഡ്രൈവറായിട്ട് ഏൽപ്പിച്ചിട്ട് എവിടെല്ലോ പോകുന്നുണ്ട്. എനക്കൊന്നും ഇതൊന്നും അറിയില്ല. ഇവൻ എൻ്റെ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടു നട്ടാന്ന് പോലീസുകാർ വന്നിട്ട് ഇവനെയും പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ വണ്ടിയും കൊണ്ടുപോയി, എൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഇതാണ് എനിക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ? അതായത് ഞാൻ ജോലിക്ക് ഒരു ട്രയലായിട്ടാണ് ഇവര്, ട്രയലായിട്ട് ഒരാഴ്ച നീ ഓടിച്ചു നോക്കടാ, അല്ലെങ്കിൽ ഒരു 10 ദിവസം നീ ഓടിച്ചു നോക്ക്, നീ ശരിയാകുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നീ ഒന്ന് ഓടിച്ചു നോക്കടാ എന്ന് പറഞ്ഞിട്ട് ട്രയലായിട്ട് ഒരുത്തനെ ഞാൻ കയറ്റി നിർത്തിയാണ്. ഓൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. അങ്ങനെ ആരോ എന്തോ ഈ മയക്കുമരുന്നായിട്ട് ബന്ധമുള്ള കേസ് ഉണ്ടായിന്. ഞാനെങ്ങനെയാണ് ഇതാവല്? ആരും ചേഞ്ചിങ് ചാനൽ എടാ എല്ലാം അടുക്കിട്ട് ഇത് പറ. എടാ മീഡിയക്കെതിരെ കേസ് കൊടുക്കണം വേണ്ട, ചാറ്റ് പറ. ഓക്കെ, അപ്പൊ ഇനി മീഡിയക്കാർ ഇപ്പോൾ എന്താണെങ്കിലും ഈ ഏത് ന്യൂസ് കിട്ടിയാലും ഇപ്പോഴത്തെ മീഡിയേൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റവന്യൂ വരുന്നത് 24/7 സാറ്റലൈറ്റ് ചാനൽ നമ്മളെ ടി വിയിൽ ഓടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊമോഷൻസിലല്ല. മെജോറിറ്റി ചാനൽസ് ഇവിടെ ഓടുന്നത് അവരുടെ യൂട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള റവന്യൂ, അല്ലെങ്കിൽ യൂട്യൂബിൽ അവർക്ക് കിട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസിനടക്കം കൊടുക്കുന്ന ഈ ഫ്ലാഗ്ഡ് പ്രൊമോഷൻസ് കാരണമാണ് പല ന്യൂസ് ചാനൽസും ഇന്ന് ഇവിടെ അരി മേടിച്ചിട്ട് പോകുന്നത്. സോ അവർക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. തൊപ്പി പോലത്തെ ഒരു ക്യാരക്ടറിനെ അവർക്ക് മാക്സിമം ന്യൂസ് വാല്യൂ ഉള്ള ഒരു സാധനമാണ്, വ്യൂവർഷിപ്പ് വാല്യൂ ഉള്ള സാധനമാണ്. തൊപ്പിയുടെ അടുത്തു കൂടി വേണമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അടക്കം അവരെന്ത് ചെയ്യും, അത് തൊപ്പി ചെയ്തു എന്നുള്ള രീതിയിലോ തൊപ്പിക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഉള്ള രീതിയിലോ എന്ന് പറയും. റഷ്യൻ മറ്റേ ഗ്യാങ്ങുമായിട്ട് പണം വെളുപ്പിക്കുന്ന പരിപാടി വരെ തൊപ്പിക്കുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കിയ ടീംസാണ് ഇവർ. ഓക്കെ, സംഗതി ഞാൻ പറയുമ്പോൾ ഒരു നിയമപരമായിട്ടുള്ള ഫൈറ്റിന് പോകുന്നത് നല്ലതാണ്. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഇവന്മാരോട് അങ്ങോട്ട് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇവന്മാർ 8ന്റെ പണി തിരിച്ചു തരും. കാരണം നമ്മളെക്കാൾ കൂടുതൽ വിസിബിലിറ്റി വ്യൂവർഷിപ്പ് ഉള്ള ടീംസാണ് ഈ ന്യൂസുകാർ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയോ നമ്മളെ കയറി അവന്മാർ ഇല്ലാത്ത സാധനമൊക്കെ മിസ്ലീഡ് ചെയ്ത് അടിക്കും. മാപ്രകൾ എന്നും മാപ്രകളാണ്. അവരാ മാപ്രപ്പണി കാണിക്കും ചെയ്യും. എന്താണെങ്കിലും ഇപ്പോൾ വേറൊരു കാര്യം ഇതിലുണ്ട്. തൊപ്പിയുടെ കേസിൽ തൊപ്പിയുടെ ലൈഫിലേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. അത് ക്യാരക്ടറായിട്ടും വരുന്നുണ്ട്, റിയൽ ലൈഫിലും വരുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ട്. ഈ ഡ്രൈവറിൻ്റെ ഇൻസിഡൻറ്റിന് തൊപ്പി ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫിൽ വന്നു പോകണ എല്ലാവരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് ഇതേപോലെ താക്കോലോ സാധനം എടുത്ത് കൊടുക്കാതിരിക്കുക. അവനാൻ്റെ ലൈഫിൽ അവനാൻ്റെ സാധനങ്ങൾ അവനാ ഉപയോഗിക്കണം, അത് കെയർഫുള്ളായിട്ട് ചെയ്യണം. വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളായിരിക്കണം ആ വ്യക്തി. വന്നു പോകുന്നവരൊക്കെ ഏത് രീതിയിലുള്ളതാണ്? നമ്മളെ നാട്ടിലല്ല, പുതിയൊരു നാട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഒപ്പമുള്ള ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സ് വളരെ കുറവേ ഉള്ളൂ. ഇപ്പം കണ്ട ആളുകളും കൂട്ടം കൂടിയ ആളുകളുമാണ്. വരുന്നവർ ഏത് ഇൻറ്റൻഷനിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഫേസ് നിൻ്റെയാണ്, അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ എൻ്റെ ഫേസാണ് അവിടെ കൂടുതലായിട്ട് വിസിബിൾ ഉള്ളത്. അയാൾ എന്തെങ്കിലും ചെയ്താലും എൻ്റെ മുഖേ വരും. ഇത് നമ്മൾ മനസ്സിലാക്കി കോൺഷ്യസ് ആക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ ബെറ്റർമെൻറ്റിന് നല്ലത്. അപ്പോൾ അതും മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ് ബെറ്റർ. പിന്നെ കാസ്ട്രോൻ്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാസ്ട്രോൻ്റെ ഇഷ്യൂ ഞാൻ അന്നും ഇന്നും പറയുന്നു, കാസ്ട്രോ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല, കണ്ടന്റ് ഇട്ടതിൽ. ഓക്കെ, അത് ഇന്ന് തൊപ്പിയൊരു കാര്യം പറഞ്ഞു. കാസ്ട്രോ ആ ഒരു വീഡിയോ അത് ഞാനും കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലെങ്ങാണ്ട് കാസ്ട്രോൻ്റെ വ്ളോഗിങ് ചാനലിലാണ് തോന്നുന്നു തൊപ്പീനായിട്ട് വണ്ടി പോകുന്ന പഴയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബിൽ കാസ്ട്രോ ഇട്ടോന്ന് അറിയില്ല, വ്ളോഗിങ് ചാനലിൽ. എന്തായാലും പഴയ വീഡിയോ ഇട്ടപ്പോൾ പ്രൊവോക്ഡായി ആ ഒരു കോണ്ടന്റ് ചെയ്ത സമയത്ത് കാസ്ട്രോനെയും വെച്ച് ചെയ്തു. ആണ് തൊപ്പിയുടെ എക്സ്പ്ലനേഷൻ. അതൊക്കെ കഴിഞ്ഞ മാറ്ററാണ്, അത് തീർന്ന സാധനം. ഈ കാസ്ട്രോ തൊപ്പിയൊക്കെ ഇപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റും വർത്താനോ അല്ലെങ്കിൽ സംസാരവും അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെയ്യുന്നവരും പിടിക്കുന്നവരൊക്കെ തന്നെയാണ്. ആളുകൾ അതിൻ്റെ പേരിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് തിരിഞ്ഞടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യന്മാരിട്ടാണ് ഞാൻ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പയ്യന്മാർ. കാരണം ആ ഒരു കോണ്ടന്റ് നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്. അത് കഴിഞ്ഞല്ലേ, അവിടെ കഴിഞ്ഞ ആ സാധനം, ആ BMW സംഗതി അവിടെ കഴിഞ്ഞ് തീർന്ന് കഥം. എന്താണെങ്കിലും എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഓക്കെ, ഫൈൻ. ഒരു ബെറ്റർ സ്പേസിലേക്ക് ഇവൻ മാറി. ഇനി ഒരു ബെറ്റർ കോണ്ടന്റ് ക്രിയേഷൻ നമുക്ക് കാണാം. ഇവൻ വളരെ ബുദ്ധിയാണ് മക്കളെ. തൊപ്പി അല്ലെങ്കിൽ നിഹാദ് എന്ന് പറഞ്ഞാൽ, തൊപ്പി വിട്ട് നിഹാദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കോണ്ടന്റ് പുള്ള് ചെയ്യാനറിയാം, കൃത്യമായി പ്ലേസ് ചെയ്യാനറിയാം. ഐ ഹോപ്പ് മേ ബി ഒരു മിസ്റ്റർ ബീസ്റ്റ് സംഗതികളിൽ പിടിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ നിഹാദിൻ്റെ ഇത് കാണുന്നുണ്ട്. മേ ബി കമ്മിങ് കോണ്ടന്റുകളിൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവും വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത്. എന്താണെങ്കിലും കൊള്ളാം. കുറച്ച് ശ്രദ്ധിച്ച് അടിപൊളിയായി സെറ്റായി പോകുമ്പോൾ ആ ഒരു റിസൾട്ട് വേറെ ആയിരിക്കും. അതിനി കണ്ടോളും.